ഷാഫി പറമ്പിൽ എംപിക്ക് അറസ്റ്റ് വാറണ്ടാണ്. പാലക്കാട് കോടതിയാണ്, മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാഫിക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏത് കേസിലാണെന്ന് വെച്ചാൽ 2022 ജൂൺ 24 പാലക്കാട് ദേശീയപാത ഉപരോധിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അന്ന് 40ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ദേശീയപാത ഉപരോധിച്ചത്. ദേശീയപാത ഉപരോധിക്കാനുണ്ടായ കാരണം വയനാട് രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമാവുകയും ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI പ്രവർത്തകർ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ വിവാദമായ വാർത്തയായിരുന്നു. ആ സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരെ റോഡിലിറങ്ങി റോഡ് ഉപരോധിച്ചത്. ആ കേസിലാണ് ഷാഫി പറമ്പിലിന് കോടതി ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതേ കേസിൽ മറ്റൊരു പ്രതി ഉണ്ടായിരുന്നു. അവിടെയാണ് ഇതിനകത്തുള്ളൊരു രാഷ്ട്രീയം മാനം വരുന്നത്. ഈ കേസിൽ അന്ന് ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതി ഇന്ന് എവിടെയാണ്? ആ കൂട്ടുപ്രതി ആരാണ്? പി സരിൻ എന്ന ഇടത് CPM പോയ, കോൺഗ്രസിൽ നിന്ന് ഇടതു മുന്നണിയിലേക്ക് പോയ, CPM പോയ പി സരിനായിരുന്നു ഷാഫി പറമ്പിലിന്റെ കൂട്ട് പ്രതി. ഷാഫി പറമ്പിലിന് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട്. ഈ പി സരിൻ ഇതേ കേസിൽ തടവ് ശിക്ഷ കൂടി അനുഭവിച്ച വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, തടവ് ശിക്ഷ അനുഭവിക്കുകയും പിഴ ഒടുക്കുകയും ചെയ്താണ് സരിൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് പോയത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഷാഫി കോടതിയിൽ ഹാജരാകുകയാണെങ്കിൽ കോടതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഷാഫി പറമ്പിലിനും ഈ കേസിൽ തടവ് ശിക്ഷ ലഭിക്കും എന്നതാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഷാഫി പറമ്പില് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് വലിയ സ്റ്റാറാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കാതെ മുറുകി എപ്പോഴിറങ്ങാൻ പറ്റുമെന്ന് ഒരു നിശ്ചയവുമില്ലാതെ കിടക്കുകയാണ് ജയിലിൽ. അതുപോലെ ഷാഫിയുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു പി സരിൻ. പി സരിൻ എന്ന് തലയെ കൈവച്ച് പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാടേക്ക് കൊണ്ടുവരരുതേ എന്ന്. പക്ഷെ കൊണ്ടുവന്നു, നിർത്തി. അവസാനം MLA ആയി. അവസാനം പാർട്ടി ആകെ നാണം കെടുത്തി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. പി സരിൻ അന്ന് ആ സമര കാലഘട്ടത്തിലൊക്കെ അവർക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടിയാണ് കോൺഗ്രസുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ച് CPM-ലെത്തുകയും CPM അവരുടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്നത്. പരാജയപ്പെട്ടുവെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത തരത്തിൽ പി സരിന് അവിടെ വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് പരമാർത്ഥം. ഷാഫി പറമ്പില് ഈ കേസിൽ, അതായത് റോഡ് ഉപരോധിക്കൽ കേസിൽ കോടതിയിൽ ഹാജരാകുന്നു. എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക? പി സരിന് കിട്ടിയ തടവ് ശിക്ഷയെ കുറിച്ച് ഞാൻ പറയാം. സംഭവിച്ച കാര്യമാണല്ലോ. പി സരിന് ഈ കേസിൽ 500 രൂപയായിരുന്നു പിഴ. പിന്നെ കോടതി പിരിയും വരെ അവിടെ കോടതിയിൽ നിൽക്കണം, അതായിരുന്നു തടവ് ശിക്ഷ. കോടതിയുടെ ബന്ദോബസ്തിൽ നിൽക്കണം, അതായിരുന്നു ശിക്ഷ കൊടുത്തത്. അതുപോലെ ഷാഫി പറമ്പിലിനെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിലും ഇതേ പിഴയും ഇതേ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്നതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഷാഫി പറമ്പിലും തടവ് ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശിക്ഷ തന്നെയാണല്ലോ.